സുഹൃത്തുക്കളെ, അങ്ങനെ ഈ പ്രാവശ്യത്തെ കൃഷിയൊക്കെ തുടങ്ങാൻ പോവാണ്. അങ്ങനെ മഴയൊക്കെ വന്നു തുടങ്ങി. തെങ്ങിൻ തൈയൊക്കെ കുറച്ച് കൊണ്ടുവന്നു, അതൊക്കെ വച്ച് പിടിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലം. നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇവിടെയല്ല, ശരിക്കും ഞാൻ താമസിക്കുന്ന ഇവിടെ അല്ല, പക്ഷേ ഇതൊരു 8-10 ഏക്കർ ഉണ്ട്. അപ്പോൾ തെങ്ങിൻ തൈയൊക്കെ ഈ പ്രാവശ്യം കൊണ്ടുവന്നു, അതൊക്കെ വച്ച് പിടിപ്പിക്കുകയാണ്. ബാക്കി കൃഷി രീതികളൊക്കെ ഞാൻ പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക അതിഥി നമ്മളെ ഇതിൽ വന്ന് പെട്ടത്. ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. ഇത് വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇവൻ വന്ന് പെട്ടത്. അവനെ ഞാൻ എടുത്തു വേറെ സ്ഥലത്ത് വെച്ചു. പക്ഷെ അവിടുന്ന് അതാ അങ്ങനെ ഇറങ്ങി അവസാനം അവിടെ വരെ എത്തി. പക്ഷെ അവനെ ഞാൻ വിട്ടിട്ടില്ല. അവനെ ഞാൻ കയ്യോടെ പിടികൂടി. അവനെന്നിട്ട് ഞാൻ വളർത്തുന്ന ഒരു വരാലിൻ്റെ കുളമുണ്ട്, അതിലേക്ക് പോയി ഇടാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ ഇവന് ഇവിടെ വന്നിട്ട് ചത്തിട്ട് പോവേ ഉള്ളൂ. കാരണം ഇവൻ്റെ അമ്മച്ചി ഒന്നും കാണുന്നില്ല ഇവിടെ. ഇവനിങ്ങനെ ഒറ്റപ്പെട്ട് വന്നതല്ല ഇവിടെ. ഇത് വലിയ മലയുടെ മുകളിലാണ്. ഇവൻ ഒറ്റപ്പെട്ട് വന്നെന്നറിയില്ല. ഏതായാലും ഇവനെ ഞാനങ്ങ് ദത്തെടുത്തു. നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളുടെ സൈഡിൽ തന്നെ ആയിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഇവനെ ഇറക്കി വിടാൻ പോവാണ്. വെള്ളം കണ്ടപ്പോൾ തന്നെ അവന് സന്തോഷമായിട്ടോ. അപ്പോൾ അവനെങ്ങനെയെങ്കിലും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വിടാൻ പോവാണ്. നോക്കാം എന്താ അവൻ്റെ സന്തോഷം എന്ന്. തലയൊക്കെ പുറത്തിട്ട് നോക്കുന്നുണ്ട്. ഓ, വെള്ളം എത്തിയെന്നാ പിന്നെ അങ്ങോട്ടേക്ക് വീണേക്കാം. ആ, ആന നമ്മ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരൊറ്റ പോക്കായിരിക്കും. ചെങ്ങായി മുങ്ങി. നമ്മൾ വരാൽ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇത് വേറെ സ്ഥലമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവനെ കാണിച്ചു തരാൻ പറ്റും. അതാ അത് അമ്മച്ചാട്ടോ. വേറൊരു ഭീകരനുണ്ട് ഇതിൽ. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്യാമറയുടെ പവർ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ്. അതാ പോന്നതാ. ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ വരും. വന്നിട്ട് ഒരൊറ്റ പോക്കാം. മിസൈൽ വരുന്ന പോലെ വരും. അതാ വന്നു പോയി. പറയുന്നത് കേട്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അതാ വരുന്നു, അതാ പോയി. ഇതിലൊരുപാട് വരാലുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസവിച്ചുള്ളത്.